ഗാസയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം. ഗാസയിൽ ഇസ്രായേൽ ബോംബാക്രമണങ്ങളിൽ 4 വയസ്സുകാരൻ ഉൾപ്പെടെ 2 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 7 പേർക്ക് പരിക്കേറ്റു. സവൈദയിലെ കെട്ടിടത്തിനു നേരെയുണ്ടായ ആദ്യ ബോംബാക്രമണത്തിലാണ് 4 വയസ്സുകാരൻ മരിച്ചത്. തൊട്ടടുത്ത നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിലാണ് രണ്ടാമത്തെ ആക്രമണം. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷവും ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങളിൽ ഇതുവരെ 1280 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഓഗസ്റ്റ് 23 ഞായറാഴ്ച സ്ഥിതിഗതികൾ വിലയിരുത്തി. ഗാസ മുനമ്പിൽ നിന്നും ബലൂണുകളും പട്ടങ്ങളും വിക്ഷേപിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുമെന്നവർ ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഗാസ മുനമ്പിൽ നിന്നും ഇസ്രായേലിന് നേരെ വിക്ഷേപിക്കപ്പെടുന്ന ഡ്രോണുകൾ, ബലൂണുകൾ, പട്ടങ്ങൾ എന്നിവയുടെ ഭീഷണിയെക്കുറിച്ചായിരുന്നു സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. ചർച്ചയിൽ ജനറൽ സ്റ്റാഫ് മേധാവി, ദേശീയ സുരക്ഷാ കൗൺസിൽ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ, മുതിർന്ന ഇസ്രായേലി പ്രതിരോധ സേനാ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഇസ്രായേലിന് നേരെയുള്ള വിക്ഷേപണങ്ങൾ ഉടനടി അവസാനിപ്പിച്ചില്ലെങ്കിൽ വിക്ഷേപണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കാൻ IDF നടപടിയെടുക്കുമെന്നും പട്ടങ്ങൾ, ഡ്രോണുകൾ, ബലൂണുകൾ എന്നിവയ്ക്കുള്ള വിക്ഷേപണ കേന്ദ്രങ്ങളായി ഉപയോഗിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കുമെന്നും ഇസ്രായേൽ ഹമാസിന് മുന്നറിയിപ്പും നൽകി. സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: ഒക്ടോബർ 7 മുൻപുള്ള അവസ്ഥയിലേക്ക് ഇസ്രായേൽ മടങ്ങി വരില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ഹമാസ് ഭീകര സംഘടനയെയോ ഗാസ മുനമ്പിലെ മറ്റേതെങ്കിലും ഘടകത്തെയോ നമ്മുടെ സമൂഹങ്ങളെ വീണ്ടും ഭീഷണിപ്പെടുത്താനും നമ്മുടെ പൗരന്മാരുടെ സുരക്ഷാ ബോധത്തെ തകർക്കാനും ഇസ്രായേൽ അനുവദിക്കില്ല എന്നും കൂട്ടിച്ചേർത്തു. ഗാസയിലെ നിരായുധീകരണത്തിനും സൈനികവൽക്കരണത്തിനുമായി വർക്കിംഗ് ഗ്രൂപ്പുകൾ സ്ഥാപിക്കാൻ നെതന്യാഹുവും സമാധാന ബോർഡും സമ്മതിച്ചതായി കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രിയും സമാധാന ബോർഡും ആഴമേറിയതും ക്രിയാത്മകവുമായ ചർച്ചകൾ നടത്തി. ഗാസയിലെ നിരായുധീകരണത്തെയും സൈനികവൽക്കരണത്തെയും കുറിച്ചുള്ള 2 വർക്കിംഗ് ഗ്രൂപ്പുകൾ സ്ഥാപിക്കാൻ ധാരണയായി. ഗാസയിൽ പുനർനിർമ്മാണം നടക്കുന്നതിന് മുൻപ് ഇസ്രായേലും സമാധാന ബോർഡും ഇത് വേഗത്തിലും പൂർത്തീകരിക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വർക്കിംഗ് ഗ്രൂപ്പ് ഗാസയിലെ ജനങ്ങളുടെ ശുചിത്വം, ശുദ്ധജലം, മറ്റ് പൊതുജന ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ഇത് ഇസ്രായേൽ ജനങ്ങളെയും ബാധിക്കുന്നുവെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പറഞ്ഞു. ഹമാസ് പൂർണ്ണമായും നിരായുധീകരിക്കുന്നതുവരെ ഗാസയിലെ നിലവിലെ സ്ഥാനങ്ങളിൽ നിന്നും രാജ്യം സൈന്യത്തെ പിൻവലിക്കില്ലെന്ന് ഓഗസ്റ്റ് 5 നെതന്യാഹു പറഞ്ഞു. സ്വയം, നമ്മുടെ പ്രദേശം, പൗരന്മാർ എന്നിവരെ സംരക്ഷിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യാൻ ഞങ്ങൾ IDF സൈനികർക്ക് നിർദ്ദേശം നൽകുന്നുവെന്നും നെതന്യാഹു സോഷ്യൽ മീഡിയയിൽ പുറത്തിറക്കിയ വീഡിയോയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.